ഹലോ! ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് പ്രിയയും രാധികയും വരുണും വിനോദും ഒക്കെ കൂടെ. അപ്പം വിനോദ് പറയുന്നുണ്ട്, ഇത്രയും അതിഥികളെ വിളിച്ച് വരുത്തിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് മോശമാണ്, ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നൊക്കെ. അപ്പോൾ വരുണാണെങ്കിൽ ദേഷ്യത്തോട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് ഗോവിന്ദേട്ടനെ വിളിച്ചുകൊണ്ട് വാ, എന്നിട്ട് എല്ലാവരും മാനക്കേടിൽ നിന്ന് രക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രിയ പറയുക, നിങ്ങളിപ്പോൾ തല്ലുകൂടേണ്ട സമയമല്ല, എങ്ങനെയെങ്കിലും ഗോവിന്ദേട്ടനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാനുള്ള വഴി നോക്ക്. അപ്പോൾ രാധിക ദേഷ്യത്തോട് പറയാണ്, മതി, ഇനി പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്താൽ മതി. ഇത്രയും നേരമായിട്ട് നമ്മൾ അവനെയും കാത്തിരിക്കുകയാണല്ലോ, ഇനി അവനെ കാത്തിരിക്കണ്ട, എല്ലാവരോടും പറഞ്ഞേക്ക് പരിപാടിയൊക്കെ ക്യാൻസലായിന്ന്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒരുപോലെ ഞെട്ടുകയാണ് രാധിക പറയുന്നത് കേട്ടപ്പോൾ. അപ്പോൾ വരുണ് ചോദിക്കുന്നുണ്ട്, അമ്മേ അവർക്കൊക്കെ ആയിട്ടുണ്ടാക്കിയ ഫുഡ്. രാധിക ആകെ മൊത്തം ദേഷ്യത്തിലാണുള്ളത്. ഫുഡ് കുഴിച്ച് മൂട്, എന്നിട്ട് ആഘോഷങ്ങൾക്ക് വേണ്ടി ചെയ്ത് ഈ അലങ്കാരങ്ങളൊക്കെ വലിച്ച് കീറി പറിച്ച് കളയും. ഇനി മേലിൽ ഈ വീട്ടിൽ ഒരു ആഘോഷവും വേണ്ട. അപ്പോൾ വരുണ് ചോദിക്കുന്നുണ്ട്, ഞാനെങ്ങനെ അമ്മേ വിളിച്ചു വരുത്തിയവരോടൊക്കെ പോയി സോറി പറയുന്നത്? അപ്പോൾ രാധിക പറയും, നീ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം, ഞാൻ വിളിച്ചു വരുത്തിയവരാണല്ലോ, ഞാൻ തന്നെ അവരെയൊക്കെ പറഞ്ഞു വിട്ടോളാം. രാധിക എല്ലാവരോടും പറയാനായിട്ട് പോകുമ്പോഴേക്കും താഴെ കാറിൻ്റെ ഹോൺ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ പ്രിയ വന്ന് നോക്കുന്ന സമയത്ത് ഗോവിന്ദിൻ്റെ കാറാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ദാ ഏട്ടൻ എത്തി. അപ്പോൾ എല്ലാവരും ഇവിടെ പ്രിയ പറയുന്ന കേട്ടപ്പോൾ മുകളിൽ വന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് സമാധാനമായി. ഗോവിന്ദാണെങ്കിൽ യാതൊന്നും അറിയാതെ ഡെയിലി നമ്മൾ വീട്ടിൽ വരുന്ന ആ ഒരു ഭാവത്തിലാണ് വീട്ടിൽ വന്ന് ഇറങ്ങുന്നത്. പ്രിയ ആണെങ്കിൽ വേഗം തന്നെ വിനോദിനെ വിളിച്ചുകൊണ്ട് താഴോട്ടേക്ക് പോവുകയാണ്. അപ്പം ഗോവിന്ദ് സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോഴേക്കും കാണുന്നത് വീട്ടിൽ അകത്ത്, അതായത് ഒരുപാട് ഗസ്റ്റുകളെ പോലെ തോന്നിക്കുന്ന കുറച്ച് ആളുകളെയൊക്കെ കാണുകയാണ്. അപ്പം ഗോവിന്ദ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴേക്കും 2-3 ആൾക്കാരോട് സംസാരിക്കാനെന്ന ഭാവത്തിൽ, ആ ഒരു ഭാഗത്തേക്ക് അജാസ് വരികയാണ്. അപ്പം പെട്ടെന്ന് ഗോവിന്ദ് അജാസിനെ കണ്ടപ്പോൾ അജാസിനെ വിളിക്കുകയാണ്, അജാസ് ഇവിടെ എന്താ പ്രശ്നം? അപ്പം അജാസ് പറയുന്നുണ്ട്, നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഗോവിന്ദ് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? അപ്പം അജാസ് പറയും, സാറ് കയറി വാ. അപ്പോൾ ഓഫീസിലുള്ള ഒരുവിധം മെമ്പേഴ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഗോവിന്ദ് വെപ്രാളത്തോടെയും പരിഭ്രമത്തോടെയൊക്കെയാണ് കയറി വരുന്നത്. അപ്പം രഘുറാം അങ്കിളിനെ ഒക്കെ കാണുന്ന സമയത്ത് ആകെ മൊത്തം അപ്സെറ്റ് ആവുകയാണ്. അപ്പോൾ അജാസ് പെട്ടെന്ന് തന്നെ ഗോവിന്ദിൻ്റെ കയ്യിൽ നിന്ന് കോട്ട് വാങ്ങിക്കുകയാണ്. അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും? അപ്പോഴേക്കും രഘുറാം പറയുന്നുണ്ട്, ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല, ഗോവിന്ദിനായി ഞങ്ങളൊരു ആഘോഷം നടത്തുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ എന്താണെന്ന് മനസ്സിലാവാത്തൊരു മട്ടത്തിലാണ് നോക്കുന്നത്. അപ്പോഴേക്കും ഭദ്രനകത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്, മരുമോനെ ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു ആഘോഷം എന്നറിയാമോ? ഇന്ന് മരുമോൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഇവരൊക്കെ ഇത് അറിയായിരുന്നോ ഇങ്ങനൊരു സംഭവം ഉണ്ട്? കാരണം ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കാര്യം നടക്കുന്നത് എന്നുള്ളൊരു പ്രതീതിയിലാണ് ഗോവിന്ദ് നിൽക്കുന്നത്. അപ്പോഴേക്കും ഭദ്രൻ ഷിബുവിനോട് പറയാണ്, അടിക്കടാ ചെണ്ട, അതിനിവിടെ ചെണ്ടയില്ല, എങ്കിൽ പൊട്ടിക്കടാ പടക്കം. അപ്പോഴേക്കും 4 ഭാഗത്തു നിന്നും തുരുതുര പടക്കൊക്കെ പൊട്ടി ഭയങ്കര ഗ്രാൻഡായി മൊത്തം വിളക്കൊക്കെ കത്തി ശരിക്കൊരു എന്താ പറയുക, ഒരു പാർട്ടിയുടെ സെലിബ്രേഷൻ മൂഡിലേക്ക് ആ വീട് മാറുകയാണ്. അപ്പോൾ ഗോവിന്ദിന് ഉള്ളിൽ ഭയങ്കര നിറഞ്ഞൊരു സന്തോഷം വരികയാണ്. അപ്പോഴേക്കും രഘുറാം കൈ കൊടുത്ത് വിഷ് ചെയ്ത് പറയാണ്, ഹാപ്പി ബർത്ത്ഡേ ഗോവിന്ദ്, താങ്ക്സ് സർ. അതുപോലെ തന്നെ അവർണികയും വിഷ് ചെയ്യുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ഗോവിന്ദ് സർ, താങ്ക്സ്. അപ്പോഴേക്കും രാധികയും വരുണും ഒക്കെ കൂടെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം രാധിക വന്നിട്ട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നോക്കുകയാണ് ഗോവിന്ദിനെ. അതിനുശേഷം ഗോവിന്ദിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറയാണ്, ഹാപ്പി ബർത്ത്ഡേ കണ്ണ, താങ്ക്സ് അമ്മ. അപ്പോഴേക്കും വരുണും കെട്ടിപ്പിടിച്ചിട്ട് വിഷ് ചെയ്യാണ്, ഹാപ്പി ബർത്ത്ഡേ ഗോവിന്ദേട്ടാ. അവനും താങ്ക്സ് പറയുന്നു. അപ്പോഴേക്കും അകത്തു നിന്ന് വിലാസിന് രേഖയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് വന്നിട്ട് കെട്ടിപ്പിടിക്കും ഗോവിന്ദിനെ. എന്നിട്ട് പറയും, അയ്യോ എൻ്റെ മരുമകൻ 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിന് കുറച്ച് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഗോവിന്ദ് എന്തോ ഓർത്തതുപോലെ പറയാണ്, അയ്യോ എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, അതിനുശേഷം വീണ്ടും തിരിച്ചു പോയി. അത് കാരണം ആദ്യത്തെ ആ ഒരു ഷോക്കിലാണല്ലോ കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് അവിടെ നിന്നിട്ട് താഴോട്ടേക്ക് നോക്കി വിളിക്കുകയാണ്, ഹേയ് രഞ്ജു, എന്താ അവിടെ തന്നെ നിൽക്കുന്നേ, കയറി വാ, ഇതെൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരുക്കാ. അപ്പോഴേക്കും താഴെ നിന്ന് കാറിൽ നിന്നും ഒരു ട്രോളി ബാഗ് വലിച്ചിറങ്ങിയിട്ട് നമ്മുടെ രഞ്ജുവും കൂടെ കയറി വരികയാണ്. അപ്പോൾ രഞ്ജു സ്റ്റെപ്പിനെത്തുന്നതിന് മുന്നേ അറക്കൽ വീട് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ആ ബോർഡ് ഇങ്ങനെ നോക്കുകയാണ് കുറച്ച് നേരം. കാരണം രഞ്ജുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നല്ലോ ഗോവിന്ദിൻ്റെ ഭാര്യയായി ജീവിക്കുക എന്നുള്ളത്. അപ്പം ആ വീട് കണ്ട സമയത്ത്, ആ വീടിൻ്റെ ആ നെയിം ബോർഡ് കണ്ട സമയത്ത് ഒന്ന് നോക്കി നിൽക്കുകയാണ്. ശേഷം എല്ലാവരെയും നോക്കിയിട്ട് എന്താ പറയുക, എന്തൊക്കെയോ നേടി എന്നൊരു ഭാവത്തോടെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും താഴേക്ക് നോക്കുകയാണ്, ആരാണ് രഞ്ജു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഗോവിന്ദ് അത്രയും സ്നേഹത്തോടെ വിളിച്ചൊരാളാരാന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവരിലും ഉണ്ടായിരുന്നു. അപ്പം വരുണൊക്കെ വന്ന സമയത്ത് വരുണൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മെല്ലെ രാധികയുടെ ചെവിയിലായിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇവളാണെന്ന് ഓഫീസിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. രേഖ അതുപോലെ എന്തൊക്കെ ഒരു ഭാവത്തോടു കൂടിയാണ് നോക്കുന്നത്, ഇവക്കെന്താ ഇവിടെ കാര്യം എന്നൊക്കെ ഉള്ളൊരു ഭാവത്തിൽ. അപ്പോഴേക്കും കാഞ്ചന രേഖയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റെപ്പൊക്കെ കയറി നമ്മുടെ രഞ്ജു അകത്ത് ഇവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതേസമയം ഷിബു ആണെങ്കിലും അവർണികയാണെങ്കിലും ഒക്കെ രഞ്ജുവിൻ്റെ ആ വരവ് നോക്കുകയാണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയ ഒരാളാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോഴേക്കും എല്ലാവരുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഗോവിന്ദും അവളെ ചേർത്ത് പിടിച്ചിട്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതെൻ്റെ ഫ്രണ്ടാ രഞ്ജു.
ഇവളിനി കുറച്ച് ദിവസം ഇവിടെ കാണും. അപ്പോൾ എല്ലാവരുടെ മുഖത്തും ഒരു താല്പര്യമില്ലാത്ത മട്ടിലുള്ളൊരു ഭാവം തന്നെയായിരുന്നു. അപ്പം രേഖയോടായിട്ട് കാഞ്ചന ചോദിക്കുന്നുണ്ട്, അന്ത പൊണ്ണ് താനേ ഇന്ത പൊണ്ണ്? അപ്പം രേഖ പറയാണ് അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് രഞ്ജു പറയുന്നുണ്ട്, ഗോവിന്ദേട്ടൻ പറഞ്ഞ് എനിക്ക് വീട്ടിൽ എല്ലാവരെയും അറിയാം. അപ്പോഴേക്കും പ്രിയ അകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ഗോവിന്ദിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഏട്ടാ ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഗോവിന്ദ് അത് സ്വീകരിച്ചതിന് ശേഷം രഞ്ജുവിന് പ്രിയയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് എന്ന് പറയുമ്പോഴേക്കും രഞ്ജു ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ട്, പ്രിയ മോൾ അല്ലേ? അപ്പോൾ പ്രിയ മനസ്സിലാവാത്ത മട്ടിൽ ഇങ്ങനെ രഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തന്നെ അറിയുന്ന താൻ അറിയാത്ത ഒരാളാണല്ലോ എന്നൊരു ഭാവത്തിൽ. അപ്പോഴേക്കും രഞ്ജു ബാക്കി പരിചയപ്പെടുത്തുകയാണ്. പിന്നിലുള്ളത് ഹസ്ബൻഡ് വിനോദ്, പിന്നെ ഇത് രാധികാമ്മ, വരുൺ, രേഖ. എല്ലാവരും ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടിയാണ് രഞ്ജുവിനെ നോക്കുന്നത്. എല്ലാവരെയും അറിയാം, പക്ഷെ നമുക്കാർക്കും അറിയാത്ത ഒരാൾ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ രഞ്ജു വീണ്ടും ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ നടക്കുന്നത് കൊണ്ട് എല്ലാവരും വിശദമായിട്ട് പിന്നീട് പരിചയപ്പെടാം. അപ്പോഴേക്കും ഗോവിന്ദ് വിളിക്കുകയാണ്, കാഞ്ചന. അപ്പോഴേക്കും കാഞ്ചന വിലാസിനിയൊക്കെ തട്ടി മാറ്റിയിട്ട് മാമോയ് എന്നും പറഞ്ഞ് അടുത്ത് വരികയാണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, രഞ്ജുവിനെ ഇവിടുത്തെ ഗസ്റ്റ് റൂമിലേക്ക് ആക്കണം. വാങ്ങുക എന്നും പറഞ്ഞിട്ട് അവളുടെ ബാഗും എടുത്തിട്ട് അകത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും പ്രിയ പെട്ടെന്ന് തടയുന്ന പോലെ സംസാരിക്കുകയാണ്. അല്ല, ഗോവിന്ദേട്ടൻ്റെ പ്രധാനപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാം, പക്ഷേ ഈ ചേച്ചിയെ അറിയില്ല. ഇങ്ങനെ ഒരാളുടെ കാര്യം ഏട്ടൻ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ വിലാസിനിക്കും ഭദ്രനൊക്കെ ഒരു അപകട സൂചന മണക്കും പോലെ ഉണ്ട് അവളുടെ ആ ഒരു ഇൻറ്റിമസി ആയിട്ടുള്ള പെരുമാറ്റമൊക്കെ കാണുമ്പോൾ. അപ്പോഴേക്ക് രഞ്ജു പറയുന്നുണ്ട്, ഞാനേ ഗോവിന്ദേട്ടൻ്റെ വെറും ഫ്രണ്ടല്ല. എന്നിട്ട് ഗോവിന്ദിൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഒരു സ്പെഷ്യൽ ഫ്രണ്ടാ. അപ്പോൾ രാധികയൊക്കെ ഇങ്ങനെ വരുണിനെ നോക്കി നിന്നപ്പം വരുണ് പറയുന്നുണ്ട്, അടുത്ത ചെവിയിൽ പോയിട്ട് പറയാണ്, ഇവളെ എനിക്കറിയില്ല. ഒരു സംശയത്തോടു കൂടി തന്നെ അജാസ് വന്നിട്ട് ചെവിയിലായിട്ട് ചോദിക്കുന്നുണ്ട് ഗോവിന്ദിനോട്, ഇതാരാ സർ? അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ മതി. അപ്പോൾ അജാസ് ഒന്നും പറയാതെ പിന്തിരിയാണ്. അപ്പോഴേക്കും രാധിക പറയുന്നുണ്ട്, കണ്ണാ ഗസ്റ്റുകൾ വന്നിട്ട് കുറച്ചധികം സമയമായി, ആദ്യം കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് ആരംഭിക്കാം. ആയിക്കോട്ടെ. അതിനുശേഷം രഞ്ജുവിനോട് പറയാണ്, രഞ്ജു എങ്കിൽ പിന്നെ നമുക്ക് ആദ്യം കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോവാം. അതാ നല്ലത് രഞ്ജുവും പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, ഏട്ടാ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകട്ടോ, ആദ്യം ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ, വാ എന്നും പറഞ്ഞിട്ട് പ്രിയ ഒരു കയ്യിലും രഞ്ജുവിനെ ഒരു കയ്യിലും ചേർത്ത് പിടിച്ചിട്ട് അകത്തേക്ക് നടക്കുകയാണ്. വാതിൽക്കലെത്തിയപ്പോഴേക്കും പ്രിയയുടെ തോളിലിങ്ങനെ കൈവച്ചിട്ടാണ് ഗോവിന്ദ് ഉള്ളത്. അപ്പോഴേക്കും രഞ്ജു ഗോവിന്ദിൻ്റെ കൈയിൻ്റെ ഇടയിൽ കൂടെ, അതായത് കപ്പിളൊക്കെ ആയിട്ട് പിടിക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ പിടിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് അത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് അകത്തേക്ക് നടക്കുന്നത്. അങ്ങനെ എല്ലാവരും വലതുകാലെടുത്ത് വെച്ച് അകത്തേക്ക് പോവാണ്. രാധിക അടക്കം എല്ലാവരും അപ്സെറ്റായിട്ടാണ് പുറത്തവിടെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിലെന്ന പോലെയാണ് എല്ലാവരും അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഗീതു ഒരു കടും മഞ്ഞ കളർ ലെഹങ്കയിൽ അതീവ സുന്ദരിയായിട്ടിങ്ങനെ മിററിന് മുന്നിൽ നിൽക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ മുഖത്തിൽ തന്നെയാണ് ഉള്ളത്. സുന്ദരിയായിട്ടുണ്ട്, പക്ഷേ മുഖത്ത് ഒട്ടും തന്നെ ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. ആ രാവിലെ മുതൽ അനുഭവിച്ച ആ ഒരു ഫ്രസ്ട്രേഷനും വിഷമവും ഒക്കെ മുഖത്തുണ്ടായിരുന്നു. അപ്പോഴേക്കും രേഖ അങ്ങോട്ടേക്ക് വരികയാണ്. രേഖ വിളിക്കുന്നുണ്ട്, ഗീതു. അപ്പോൾ ഗീതു ഞെട്ടുകയാണ്. എന്നിട്ട് നോക്കുന്നുണ്ട്. ഗീതു ആകെ കുഴപ്പമായി. നിനക്ക് ആമാടപ്പെട്ടി കൊണ്ടുവന്ന ആ പെണ്ണില്ലേ, ആ പെണ്ണിനെയും കൊണ്ടാണ് ഗോവിന്ദേട്ടൻ വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഷോക്കായി പോവുകയാണ്. തൊട്ട് മുന്നേ കഴിഞ്ഞ അവളുടെ റോസാപ്പൂവ് കൊടുക്കലും കിസ് ചെയ്യലും അതിനുശേഷം ഗോവിന്ദ് അവളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നതും ഒക്കെ വീണ്ടും ഗീതുവിൻ്റെ മനസ്സിലേക്ക് മിന്നി മറിയാണ്. ഇത് ഒന്നുകൂടെ രേഖയുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കുമ്പോൾ രേഖ പറയുന്നുണ്ട്, അവളുടെ പേര് രഞ്ജു എന്നാ, അവൾ കുറച്ച് ദിവസം ഇവിടെ കാണുന്ന ഗോവിന്ദേട്ടൻ പറഞ്ഞത്. ഗീതു ആകെ ഷോക്കായി ചത്ത അവസ്ഥയിലായി പോവുകയാണ്. കാരണം എന്തൊക്കെയോ നമ്മൾ ഇത്രയും കാലം നമ്മുടെ കയ്യിൽ കൊണ്ടു നടന്നൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്ന ആ ഒരു ഫീലായിപ്പോയി. ഗീതു തളർന്നിട്ട് അവിടെ ബെഡിൽ ഇരുന്ന് പോവുകയാണ്. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, എന്താ ഗീതു, എന്ത് പറ്റി? അപ്പോൾ ഗീതു കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, ഇന്ന് ഉച്ച മുതൽ എന്നെ കരയിപ്പിക്കുന്നത് അവളാണ്. എന്നിട്ട് കണ്ണ് തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് കണ്ണേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് രാധികാമ്മയിൽ നിന്ന് അറിഞ്ഞപ്പോൾ കണ്ണേട്ടൻ ആദ്യത്തെ ബർത്ത്ഡേ വിഷസ് ചെയ്യുന്ന ആൾ ഞാനായിരിക്കണമെന്ന് തീരുമാനിച്ചതാ. അതിനു വേണ്ടിയാ ലഞ്ചൊരുക്കി കണ്ണേട്ടനെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്ത് അവിടെ എത്തിയ അവൾ, രേഖേച്ചി ഈ പറഞ്ഞ രഞ്ജു, ആദ്യം ബർത്ത്ഡേ ആശംസിച്ച് കണ്ണേട്ടനെ കിസ് ചെയ്തു. രേഖ അന്താളിച്ച് പോവാണ് ഗീതു പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ ഗീതു വീണ്ടും പറയുക, എന്നിട്ട് എൻ്റെ മുന്നിൽ വെച്ച് കണ്ണേട്ടനെ അവൾ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ രേഖ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്ന് കരുതി ഗോവിന്ദേട്ടനോടുള്ള ഇഷ്ടം നിനക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? ഗോവിന്ദേട്ടനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ നിനക്ക്? അപ്പോൾ ഗീതു കണ്ണീര് മാറ്റിയിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പറ്റില്ല, ഞാൻ എൻ്റെ കണ്ണേട്ടനെ നഷ്ടപ്പെടുത്തില്ല. ബർത്ത്ഡേ കാര്യത്തിൽ അവൾ വിജയിച്ചു, പക്ഷേ കണ്ണേട്ടനെ ഹൈജാക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഗീതുവിൻ്റെ ആ കോൺഫിഡൻസ് കാണുന്ന സമയത്ത് രേഖക്കും കുറച്ച് സമാധാനമാവുകയാണ്. അതിനുശേഷം സ്ട്രോങ് ആയ ഒരു ലേഡിയെ പോലെയാണ് ഗീതു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. എന്നിട്ട് രേഖയോടായിട്ട് പറയാണ്, വാ പോവാം. എന്നിട്ട് രണ്ടുപേരും കൂടെ താഴെ ഗോവിന്ദിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. വലിയൊരു കേക്കാണ് ഗോവിന്ദിൻ്റെ ബർത്ത്ഡേ ആയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും അടുത്ത് നിൽക്കുന്ന സമയത്ത് രഞ്ജു പറയാണ്, കട്ട് ചെയ്.
അപ്പോഴേക്കും ഗോവിന്ദ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഗീതു ആണെങ്കിൽ താഴെ എത്തിയതും ഇല്ല. ഗീതുവും രേഖയും താഴെ എത്തിയിട്ടില്ല. ബാക്കി എല്ലാവരും അവിടെ ചുറ്റിലും കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും വിഷ് പാടുന്നുണ്ട്. അപ്പം ഗോവിന്ദ് കേക്ക് കട്ട് ചെയ്യാണ്. എല്ലാവരും കൈമുട്ടിയിട്ട് അതൊക്കെ എൻജോയ് ചെയ്യാണ്. ഗീതുവും രേഖയും സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം കാണുന്ന കാഴ്ച, ഗീതു ഇല്ലാതെ ഗോവിന്ദ് കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു സങ്കടകരമായ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഗീതു താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. പ്രിയാണെ തുള്ളിച്ചാടുകയാണ്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, പ്രിയ ഒന്ന് അടങ്ങി നിൽക്ക്, ഞാൻ ആഘോഷിക്കുന്ന ഗോവിന്ദേട്ടൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്, ഞാനൊന്ന് ആഘോഷിക്കട്ടെ വിനോദ്. ഗോവിന്ദ് ഫസ്റ്റ് തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് വിളിക്കുകയാണ്. അമ്മേ വാ എന്ന് പറഞ്ഞിട്ട് രാധികയെ വിളിക്കുമ്പോഴേക്കും ഇടയിൽ കയറിയിട്ട് രഞ്ജു ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് ഗോവിന്ദിൻ്റെ വായിലായിട്ട് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. രാധിക അടക്കം ഗീതു അടക്കം എല്ലാവരും ഷോക്കാവുകയാണ്. കാരണം ഗോവിന്ദ് ആദ്യം തന്നെ രാധികയ്ക്കാണ് കേക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാധിക വരുണിൻ്റെ ചെവിയിലായിട്ട് പറയുകയാണ്, ഇവളെന്തിനാ ഇടിച്ചു കയറി നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗോവിന്ദ് ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് രഞ്ജുവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഇതൊക്കെ ശരിക്കും തൃപ്തികരമല്ലാന്ന് വേഗം തന്നെ മനസ്സിലാവും എല്ലാവരുടെയും ഫേസിൽ നിന്നും. അജാസടക്കം എല്ലാവർക്കും ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഗോവിന്ദ് ചെയ്യുന്നതിന് ആർക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരവും ഇല്ല. അപ്പം ഗീതു രേഖയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ കാഴ്ച കാണിക്കാനാണോ രേഖേച്ചി എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ രേഖ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, നമ്മൾ രാധികാമയിൽ നിന്നും ഹൈജാക്ക് ചെയ്ത ഗോവിന്ദൻ്റെ ബർത്ത്ഡേ അവൾ സ്വന്തമാക്കി. അപ്പോൾ ഗീതുവിന് എന്താ പറയേണ്ടത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഭദ്രം വിലാസിനിയുടെ ചെവിയിലായിട്ട് പറയുന്നുണ്ട്, ഇത് വെറുമൊരു ഫ്രണ്ട്ഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല വിലാസിനി. അതെ, നമ്മുടെ മോളല്ലേ ഗോവിന്ദിന് ആദ്യത്തെ പീസ് കൊടുക്കേണ്ടത്. എവിടുന്നോ വന്ന ഒരുത്തിക്ക് അതിനുള്ള അവകാശം എന്താ. നമ്മുടെ മോൾക്ക് ഇവളൊരു വെല്ലുവിളിയാവും ഭദ്രം പറയാണ്. അപ്പം വിലാസിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ ഭദ്രേട്ടാ, ചിലപ്പം ഗീതുവും ഗോവിന്ദും തമ്മിലുള്ള ബർത്ത്ഡേ ആഘോഷം നേരത്തെ കഴിഞ്ഞു കാണും. എന്തായാലും നമ്മുടെ ഒരു ശ്രദ്ധ എല്ലായിടത്തും എത്തണം. അപ്പോഴേക്കും പ്രിയ കേക്ക് കട്ട് ചെയ്തിട്ട് ഗോവിന്ദിൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് വിനോദും എല്ലാവരും, ഗീതു ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ അവിടെ ഉള്ളൂ. കാരണം ഗീതുവിൻ്റെ ആവശ്യം പോലും അവിടെ ഉണ്ടെന്ന് ആർക്കും തോന്നുന്നു കൂടിയില്ല. ആരും ഗീതുവിനെ അന്വേഷിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. രഘുറാമും അവർണികയും ഒക്കെ കേക്ക് കട്ട് ചെയ്തിട്ട് ഗോവിന്ദിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അപ്പം ഗീതു ഇതൊക്കെ പിന്നിൽ നിന്ന് കണ്ടിട്ട് ഗീതുവിൻ്റെ കരച്ചിൽ അടക്കി നിർത്താൻ പറ്റുന്നില്ല. അത്രയേറെ മനസ്സ് സങ്കടപ്പെട്ട് പൊട്ടുകയാണ്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവർണിക ചോദിക്കുന്നുണ്ട്, അല്ല ഗീതാഞ്ജലി എവിടെ. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്ന് കാണില്ല രഘുറാം പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അമ്മ എന്താ എനിക്ക് കേക്ക് തരുന്നില്ലേ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എല്ലാവരുടെയും തിരക്ക് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഗോവിന്ദ് ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് രാധികക്ക് നേരെ നീട്ടുകയാണ്. അപ്പോൾ ഒരു കഷ്ണം കേക്ക് പൊട്ടിച്ചിട്ട് ഗോവിന്ദിൻ്റെ വായിൽ വെച്ചുകൊണ്ട് രാധിക പറയുന്നുണ്ട്, ഇപ്പം തന്നെ നീ ഒരുപാട് മധുരം കഴിച്ചു, വെറുതെ ഷുഗർ കൂട്ടണ്ട. അപ്പോഴേക്കും രഞ്ജു പറയുന്നുണ്ട്, അല്ലെങ്കിലും ഗോവിന്ദേട്ടനെ പഞ്ചാര അല്പം കൂടുതലാണ്. ശേഷം കേക്കിൽ നിന്നും ക്രീം എടുത്തിട്ട് രഞ്ജു പറയാണ്, എൻ്റെ പഞ്ചാരക്കുട്ടൻ ഇതുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിൻ്റെ മുഖത്ത് തേക്കുകയാണത്. അപ്പോൾ ഗീതുവിൻ്റെ നെഞ്ച് പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഗോവിന്ദും ക്രീം എടുത്തിട്ട് രഞ്ജുവിൻ്റെ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പം രഞ്ജു അത് തടയാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, അവരുടെ കുറേ ഇൻറ്റിമസി ആയിട്ടുള്ള രംഗങ്ങളൊക്കെയാണ്. അതായത് ഇത്രയും ആൾക്കാർ ചുറ്റിലുണ്ടെന്നൊന്നും മൈൻഡ് വെക്കാതെ ഒരു കുട്ടിക്കളിയോടുകൂടി കളിക്കുകയാണ് രണ്ടുപേരും. ഗീതുവിനും രേഖക്കും അവിടെ കൂടി നിന്ന് എല്ലാവർക്കും അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഗീതുവിനൊക്കെയാണ് നെഞ്ച് പൊടിയാണ്. അപ്പം രഞ്ജുവിൻ്റെ മുഖത്തൂടെ തേച്ചിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, പഞ്ചാരക്കുട്ടി നീയാ, അങ്ങനെ എന്നെ മാത്രം തേച്ചിട്ട് നീ പോകണ്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അവർണിക പറയുന്നുണ്ട്, ഗോവിന്ദ് സാർ ഇത്രയും സിമ്പിളാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെയാണ് രഘുറാമിനോട് പറഞ്ഞത്. അപ്പോൾ രഘുറാം പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ കാഞ്ചന വന്നിട്ട് പറയുന്നുണ്ട്, മാമാ കിട്ടേ ഇതുമാതിരി നിറയെ വിളയാട്ടിருக்கு. ഗീതുവിനാണെങ്കിൽ കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷേ രേഖ കാണാതിരിക്കാൻ വേണ്ടി പണിപ്പെടുകയാണ്. വീണ്ടും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിനനുസരിച്ച് രേഖ കാണാതിരിക്കാൻ വേണ്ടി അത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. രേഖ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയാണ് കരഞ്ഞുകൊണ്ട് തന്നെ, എനിക്കൊരു സങ്കടവും ഇല്ല, ഇത് ആഘോഷമല്ലേ. അതുപോലെ തന്നെയാണ് രാധികേനെ സംബന്ധിച്ചിട്ടുണ്ട്. രാധികയ്ക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല രഞ്ജുവിൻ്റെ വരവ്. അപ്പം രാധികയും അവിടുന്ന് ഒരു വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഇറങ്ങി പോവാണ്. കൂടെ വരുണ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുണിനോട് പറയുന്നുണ്ട്, കണ്ണൻ്റെ കൂടെ വന്ന കോലെ കയറി പെണ്ണിനെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ രണ്ടെണ്ണം വിട്ട് പൊട്ടിച്ചു കൊടുത്തേനെ. അമ്മയൊന്ന് അടങ്ങ്, നമുക്കൊരു അവസരം വരും. അപ്പോഴേക്കും രഞ്ജു അനൗൺസ് ചെയ്യാണ്, ഒരു മിനിറ്റേ, നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേയുടെ വിഷസായിട്ട് ഗോവിന്ദേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും. അപ്പോൾ അവർണിക അത്ഭുതത്തോടുകൂടി ചോദിക്കും, ഗോവിന്ദ് സാർ പാട്ട് പാടുമോ. ആ 10-15 വർഷം ക്ലാസിക് മ്യൂസിക് പഠിച്ച ആളാണ് ഇത്. രഞ്ജു ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ അത് അംഗീകരിച്ച രീതിയിൽ നിൽക്കുകയാണ്. അപ്പം ഗീതു അറിയാത്ത മട്ടിൽ പറയുന്നുണ്ട്, ഇവൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം. അപ്പോൾ അവർണികയും പറയണമെങ്കിൽ പാട്ട് പാടി സാർ. അപ്പം രഘുറാമും ഒക്കെ ഇതാക്കുകയാണ്, ഗോവിന്ദ് ഈ ആഘോഷത്തിന് അതൊരു അലങ്കാരം കൂടി ആയിക്കോട്ടെ, പാട് ഗോവിന്ദേട്ടാ. പ്രിയയും പറയാണ്, അതൊന്നുമില്ല, ഈ ആഘോഷത്തിൻ്റെ മൂഡ് കളയാൻ ഞാൻ ഒരുക്കല്ല എന്ന് ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പം രഞ്ജു പറയുന്നുണ്ട്, അതിന് ക്ലാസിക്കായിട്ട് പാടണം എന്നില്ല, ഈ ആഘോഷത്തിന് പറ്റിയ ഒരു അടിപൊളി പാട്ടായാലും മതി, ഞങ്ങളെല്ലാം ഡാൻസ് കളിക്കാൻ റെഡിയായി നിൽക്കുക. അത് ശരിയാവില്ല പ്ലീസ് ഗോവിന്ദ് പറയുന്നുണ്ട്. ഗോവിന്ദേട്ടാ എനിക്ക് വേണ്ടി പ്ലീസ് ഏതെങ്കിലും ഒരു പാട്ട്. രഞ്ജു വീണ്ടും ബെഗ് ചെയ്യാണ്. അപ്പോൾ ഗീതു രേഖയോടായിട്ട് പറയാണ്, കണ്ണേട്ടൻ അവൾക്ക് വേണ്ടി പാടില്ല. അപ്പോഴേക്കും ഗോവിന്ദ് വാക്ക് കൊടുക്കുകയാണ്, ഓക്കെ ഞാൻ പാടാം. ഗീതു വീണ്ടും ഞെട്ടുകയാണ്.
അവിടെ കൂടി നിന്ന രാധികയും വരുണും ഒഴികെ ബാക്കി എല്ലാവരും ഗോവിന്ദിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗീതു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇവിടെ തൻ്റെ ആവശ്യം ശരിക്കില്ലേ എന്നൊരർത്ഥത്തിൽ. മുറിയിലെത്തിയിട്ട് ചുവര് ചാരി കരയാണ് ഗീതു. അപ്പം രേഖ വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ കണ്ണീര് കൊണ്ട് പരിഹസിക്കപ്പെടുന്നല്ലാതെ വേറൊരു കാര്യവുമില്ല. അപ്പോൾ ഗീതു കരഞ്ഞുകൊണ്ട് പറയാണ്, കണ്ണേട്ടൻ അവൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തേ. അതൊക്കെ നീ എന്തിനാ ചിന്തിക്കുന്നത്? അവളെ പോലെയാണോ നീ ഗോവിന്ദേട്ടൻ്റെ ഭാര്യയല്ലേ ഗീതു? ആ അവകാശമാ നിന്റെ അധികാരം. നീ മാറി നിന്നാലേ അവൾ സ്കോർ ചെയ്യും, അതിനുള്ള അവസരം കൊടുക്കരുത്. രേഖ ഗീതുവിനെ മോട്ടിവേറ്റ് ചെയ്യാണ്. അപ്പോൾ കണ്ണീര് തുടച്ചുകൊണ്ട് ഗീതുവും പറയുന്നുണ്ട്, അവൾ എവിടെ വരെ പോകുന്നു നോക്കാം. അപ്പോഴേക്കും താഴെ ഫുൾ സെലിബ്രേഷൻ മൂഡിലായിരുന്നു. നമ്മുടെ കാക്കക്കുയിലെ പാട്ടൊക്കെ ഇട്ടിട്ട് ഏ ഗോവിന്ദ അലരെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ ഈണന്ത, അങ്ങനെ മൊത്തം ആ പാട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു അടിപൊളി ഡാൻസ് തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത്. ശരിക്കും ഹീറോയിനും ഹീറോ ആയിട്ട് ഗോവിന്ദും രഞ്ജുവും കൂടെ തകർത്ത് അഭിനയിക്കുകയായിരുന്നു. അങ്ങനെ അനുപല്ലവി എത്തുമ്പോഴേക്കും നമ്മുടെ ഗീതു അടിപൊളി കോസ്റ്റ്യൂമിൽ അവിടെ രംഗപ്രവേശം നടത്തുകയാണ്. ഒപ്പം തന്നെ ഗീതുവിന് കൂട്ടായിട്ട് രേഖയുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഭാഗത്തിട്ട് അവർ ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് രേഖയെ തള്ളി മാറ്റിയിട്ട് ഗീതുവിൻ്റെ കൂടെ രഞ്ജു ഡാൻസ് ചെയ്യുകയാണ്. അങ്ങനെ അടിപൊളിയായിട്ട് പാട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തുന്ന സമയത്താണ് ഗീതുവും രഞ്ജുവും കൂടെ കട്ടക്ക് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് രഞ്ജുവിന് എന്തോ ഒരു തലകറക്കം പോലെ ഫീൽ ചെയ്തിട്ട് രഞ്ജു അവിടുന്ന് മാറാൻ ശ്രമിക്കുകയാണ്. അപ്പം ഗോവിന്ദ് പെട്ടെന്ന് തന്നെ അത് കാണുന്നുണ്ട്. അങ്ങനെ ഗീതു അത് ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോവിന്ദ് രഞ്ജുവിനെ കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ്. അപ്പം എല്ലാവരും ഗീതുവിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർന്ന് നിന്നിട്ട് നന്നായിട്ട് ഡാൻസ് കളിച്ചു എന്നൊക്കെ, അതായത് രഞ്ജു അവിടെ തോറ്റുപോയി ഗീതു നന്നായിട്ട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും ഗീതു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കാണുന്നത് രഞ്ജുവിനെയും ചേർത്ത് പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്ന ഗോവിന്ദിനെയാണ്. രഞ്ജു തോറ്റുപോയതിന് എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ കണ്ണുകൾ ഉണ്ടായിരുന്നത് ഗോവിന്ദിന് പിന്നാലെയാണ്. കാരണം അത്രത്തോളം എന്താ പറയുക, ഹൃദയം പൊട്ടിയിട്ടാണ് ഗീതു ആ കാഴ്ച കണ്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കുന്നത്. കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്ന. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.